അസ്സലാമു അലൈക്കും. ഞാൻ ബഷീർ വേങ്ങര. ഇതിൻ്റെ നിജസ്ഥിതി, ഇതിൻ്റെ തുടക്കം ഞാനിവിടെ വിശദീകരിക്കാം. അബു ആസിഫ എന്ത് ക്ലിപ്പ് ഉണ്ടാക്കി വിട്ടാലും ഇതിൻ്റെ തുടക്കം വേങ്ങരയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെ കൈ പടക്കം പൊട്ടിത്തെറിച്ച്, ഗുണ്ട് പൊട്ടിത്തെറിച്ച് തകർന്നു എന്ന വിഷയം അത് 100% ശരിയാണ്. അത് ഞാൻ തന്നെയാണ് അതിൻ്റെ സനത് എന്ന് അബു ആസിഫയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലിപ്പിലൂടെ. അത് ബഷീർ വേങ്ങര തന്നെയാണ് പറഞ്ഞത്. ആ ക്ലിപ്പ് കിട്ടിയ ഉടനെ പള്ളിയിലേക്ക് പടക്കമെറിഞ്ഞെന്നും പള്ളിയുടെ ജനലുകൾ തകർന്നെന്നും എന്ന രീതിയിൽ അബു ആസിഫ പ്രചരിപ്പിച്ച ക്ലിപ്പ് അതാണ് ഇന്ന് വേങ്ങരയിൽ വാർത്തയായിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് ഇന്നലെ എൻ്റെ വീട് വളഞ്ഞ് 250ഓളം ലീഗിൻ്റെ പ്രവർത്തകർ എന്നെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയതും എന്നെക്കൊണ്ട് മാപ്പ് പറയിച്ചതും. ഇതിൻ്റെ ആ ഫസ്റ്റ് ക്ലിപ്പാണ് ഇവിടെ പ്രശ്നമായതും ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു കലഹത്തിന് വേദി ഉണ്ടാക്കിയതും. അബു ആസിഫയുടെ ക്ലിപ്പാണ്. ഞാൻ അബു ആസിഫയോട് ഒരിക്കലും പടക്കം പൊട്ടിത്തെറിച്ച വിഷയമോ ഷിഹാബുദ്ദീൻ ബുഖാരിയുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഞാൻ അബു ആസിഫയോട് പറഞ്ഞിട്ടില്ല. മുമ്പേ അബു ആസിഫ തന്നെ വിടുന്ന ക്ലിപ്പുകൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ക്ലിപ്പ് ഇദ്ദേഹം ഉണ്ടാക്കിയതാണ്, മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. സമൂഹത്തിൽ ഫിത്തനയുണ്ടാക്കാൻ അബു ആസിഫയുടെ സ്വന്തം സൃഷ്ടിയാണ് ആ ക്ലിപ്പ്. ഈ അബു ആസിഫയെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറയാം. 15 ദിവസം മുമ്പ് ഈ അബു ആസിഫ എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഇത് ഞാൻ ഇതുപോലുള്ള ആളുകളെ എന്തിനാണ് സുന്നി സമൂഹം പൊറുപ്പിക്കുന്നത് എന്ന് സുന്നി സമൂഹം ബോധവാന്മാരാകണം. അതിനാണ് ഞാൻ ക്ലിപ്പ് ഇടുന്നത്. കാരണം അബു ആസിഫ കൈ കഴുകുന്നുണ്ടല്ലോ. അബു ആസിഫ നാട്ടിലിറങ്ങിയാൽ തുണ്ടം തുണ്ടമാക്കും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ. ഇന്നലെ അവിടെ കൂടിയവർ പറഞ്ഞാൽ ഇതിലെ മുഖ്യപ്രതി അബൂബക്കർ അൻസാറാബാദ് എന്ന അബു ആസിഫയാണ്, ബഷീർ വേങ്ങര അല്ല. തങ്ങളുടെ മുൻപാകെ 250ഓളം ലീഗ് പ്രവർത്തകർ പറഞ്ഞു. പക്ഷെ തങ്ങൾ എന്നോട് പറഞ്ഞു, ബഷീർ ഈ വിഷയത്തിൽ ഇവർക്കുണ്ടായ വിഷമത്തിൽ ബഷീർ ഒന്ന് മാപ്പ് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ബഷീറിന്റെ മയ്യത്തായിരിക്കും ഇവിടെ ഉണ്ടാവുക, ഇനി കാണാൻ പോകുന്നത്, അതുകൊണ്ട് ബഷീർ പറഞ്ഞാളി എന്ന് പറഞ്ഞാണ് ഞാൻ പരസ്യമായിട്ട് അവിടെ മാപ്പ് പറഞ്ഞത്. എന്റെ സന്ദർഭം അതായിരുന്നു, അല്ലെങ്കിൽ എന്റെ ജീവൻ കിട്ടൂലായിരുന്നു. ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഊരകത്തെ പ്രവർത്തകന്മാർ 100% നിരപരാധികളാണ്. ഈ കേസ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ പേരിൽ വെച്ച് കെട്ടിയത് അബു ആസിഫ എന്ന സുന്നി ഗ്ലോബൽ വോയിസിന്റെ എന്റെ നാട്ടുകാരനായ അബൂബക്കർ അൻസാറാബാദാണ്. ഇത് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത്. ഇപ്പൊ അബൂബക്കർ ആസിഫ കൈ കഴുകുന്നുണ്ട് നിരപരാധിയാന്ന് പറഞ്ഞിട്ട്. പക്ഷേ വിടുന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അബു ആസിഫ, നിങ്ങൾ ഈ ക്ലിപ്പ് കേൾക്കണം. ഞാനിവിടെ ഒരു വാദപ്രതിവാദത്തിന് വേണ്ടിയല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഫസ്റ്റിൽ അവിടെ പടക്കം പൊട്ടിത്തെറിച്ച് കൈ തകർന്നു എന്ന കാര്യം 100% സത്യമാണ്. ഞാൻ കരിമ്പീലിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അതാണ്. ഞാൻ കാരാത്തോടൊരു കല്യാണത്തിൽ പങ്കെടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വിവരം തരാമെന്ന് പറഞ്ഞു. 100% അതിന്റെ സനത് ഞാൻ പറഞ്ഞു. ആ സനത് ഞാൻ ഒരു തമാശക്ക് പറഞ്ഞാണെങ്കിലും അതിന്റെ സനത് ഞാനും കൂടിയാണ്. എന്നോട് 3ഓളം ആളുകൾ പറഞ്ഞു അങ്ങനെ കൈ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പക്ഷെ അബു ആസിഫ് ഉണ്ടാക്കിയതാണ്. അത് തങ്ങളുടെ പള്ളിക്ക് നേരെ എറിഞ്ഞു, പിന്നെ പടക്ക് എറിഞ്ഞു, പള്ളി തകർന്നു, പിന്നെ 2 കുട്ടികൾ കൈ തകർന്നു എന്ന രീതിയിൽ അബു ആസിഫയാണ് ക്ലിപ്പ് പ്രചരിപ്പിച്ചത്. ഒരിക്കലും നിങ്ങളെ വിടൂല സമൂഹം. അല്ലെങ്കിൽ നിങ്ങൾ ബഷീർ വേങ്ങര 100% നിരപരാധിയാണെന്നും പിന്നെ ഞാൻ സമൂഹത്തിന് മുമ്പാകെ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു എന്ന ഒരു വീഡിയോ ക്ലിപ്പ് അവിടുത്തെ ആളുകൾ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇന്നലെ പറഞ്ഞിരുന്നു. നിങ്ങൾ പരസ്യമായി ഇടണം, സൈബർ സെല്ലിൽ നിങ്ങളെ പേര് കൊടുത്തിട്ടുണ്ട്. നിയമപരമായി ജുഡീഷ്യറി നിങ്ങളെ ചോദ്യം ചെയ്തില്ലെങ്കിൽ ജനകീയ കോടതിയിൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേങ്ങരയിലെ മുസ്ലിം ലീഗിന്റെ ഊരകത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ തയ്യാറായി കാത്തിരിക്കുകയാണെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക. ഞാൻ വയലു പറയാൻ നിൽക്കല്ല. ഇവിടെ എന്നെയും എൻ്റെ കുടുംബത്തെയും ടാർഗറ്റ് ചെയ്തിട്ട് അബു ആസിഫയ്ക്ക് എന്താ ഉണ്ടായത്? ഇന്നലെ 250ഓളം ആളുകൾ വന്നിട്ട് എൻ്റെ മാന്യന്മാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, അല്ലെങ്കിൽ അവർ ഇന്നലെ പിന്നെ ഇവിടുത്തെ അത് മാത്രമല്ല, എന്നെ തല്ലാൻ വന്ന കൂട്ടത്തിൽ സ്ഥലത്തെ SSFന്റെയും SYSന്റെയും പ്രവർത്തകരുണ്ടായിരുന്നു. കാരണം അവർക്ക് പോലും ഇത് മാനക്കേടാണ് ഈ ക്ലിപ്പ്. ഷിഹാബുദ്ദീൻ ബുഖാരി എന്നല്ല, ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഗതിയാണ് അബു ആസിഫ ക്ലിപ്പിലൂടെ വിട്ടത്. ഇനി ഒരു കാര്യം കൂടി പറയാം. 15 ദിവസം മുമ്പ് അലിസാനിൽ നിന്ന് പുറത്തായ ഒരു ക്ലിപ്പിന്റെ പേരിൽ അബു ആസിഫ ഞാനുമായി ബന്ധപ്പെട്ട ഉടനെ അബു ആസിഫ എന്നോട് പറഞ്ഞു, ബഷീർ വേറൊരു ക്ലിപ്പ് ഉണ്ടാക്കണം നമുക്ക്, നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എന്താണത്? അല്ല, അലിസാനിലെ ക്ലിപ്പിന് ബദലായിട്ട് എന്താണെന്ന് ചോദിച്ചു അബു ആസിഫയോട് ചോദിച്ചു നോക്കണം നിങ്ങൾ. ഇത് പറഞ്ഞിട്ടുണ്ടോ ബഷീർ വേങ്ങരയോട് എന്ന്? SKSSFന്റെ കൊണ്ടോട്ടി ക്ലസ്റ്റർ യോഗത്തിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അടയാളത്തിൽ വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്ന ക്ലിപ്പുണ്ടാക്കാൻ ബഷീർ എന്നെ സഹായിക്കണമെന്ന് അബു ആസിഫയോട് ഞാൻ പ്രതികരിച്ചത് എന്താണെന്ന് അബു ആസിഫയോട് ചോദിക്കൂ. അതാണ് അബു ആസിഫ.
സമൂഹത്തിൽ ഫസാദുണ്ടാക്കാൻ ഒരു ക്ലാസ് റൂം ഉപയോഗിച്ച് ഇത്തരം ക്ലിപ്പുകൾ മെനഞ്ഞെടുക്കുന്ന, എനിക്ക് തോന്നുന്നു ഇയാളൊരു രണ്ടാം ജിഷാൻ മാഹിയാണ്. കാരണം ഇതൊന്നും ഞാൻ പറയാൻ വെച്ചതല്ല. എൻ്റെ കുടുംബത്തിനും എനിക്കും ഈ നാട്ടിൽ ഊരകം പ്രദേശത്ത് മാനഹാനി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ എൻ്റെ മനസ്സിലുള്ള വിഷമം തുറന്നു പറഞ്ഞ കൂട്ടത്തിലാണ് അബു ആസിഫയുടെ ഈ കുടില മനസ്സിൽ കുടികൊള്ളുന്ന തന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുമിഞ്ഞുകൂടിയ കറുത്ത മാലിന്യങ്ങൾ ഞാൻ പുറത്തേക്കിടുന്നത്. എന്തിനാണ് SKSM ക്ലസ്റ്റർ യോഗത്തിൽ അമ്പലക്കടവ് ഫൈസി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചു എന്നുള്ളൊരു ക്ലിപ്പ് ഉണ്ടാക്കണമെന്ന് ബഷീറിനോട് അബു ആസിഫ് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു? അപ്പോൾ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? സമൂഹത്തിൽ കലഹമുണ്ടാക്കുകയല്ലേ, മുസ്ലിം സമുദായത്തെ തമ്മിൽ തല്ലിക്കാനായിരുന്നില്ലേ ആ ക്ലിപ്പിന്റെ ഉദ്ദേശം? ബഷീർ വേങ്ങരയുടെ തലയിൽ ഓളമില്ലെന്ന് ബഷീർ വേങ്ങര അന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലിപ്പിന് ജന്മം നൽകുമായിരുന്നു? അബു ആസിഫ, നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് പറഞ്ഞ് എഴുതിയെടുത്തോളി നിങ്ങൾ എന്നോട് പറഞ്ഞല്ലത്. എന്താ ഇപ്പം നിങ്ങൾ പറയണത്? അതിൻ്റെ പേരിൽ ഊരകം വേങ്ങര പഞ്ചായത്തുകളിൽ ഈ വിഷയം ഇന്നലെ വേങ്ങര ടൗണിലെ 50-ൽ പരം മുസ്ലിം കോൺഗ്രസിന്റെ പ്രവർത്തകർ എനിക്ക് സപ്പോർട്ട് എനിക്ക് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. തിരൂരങ്ങാടിയിൽ നിന്ന് കോൾ വന്നു, തിരൂരങ്ങാടിയിലെ വമ്പന്മാരുടെ കോൾ വന്നു. ബഷീർ എന്താണ് വിഷയം, ഞങ്ങൾ ഇടപെടണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഊരകത്തെ മുസ്ലിം ലീഗുകാർ ആത്മസംയമനത്തിന്റെ വക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളവരവർ പൊട്ടിത്തെറിയുടെ വക്കിലല്ല എന്ന് പറഞ്ഞു മാന്യമായി സെയ്ദ് കോയമോൻ എന്ന ഞങ്ങളുടെ തങ്ങളുടെ മുന്നിൽ വെച്ച്, കോയമോൻ എന്ന ഞങ്ങളെ തങ്ങളെ വിളിക്കുക, തങ്ങൾ പറഞ്ഞു ബഷീർ ഒന്ന് മാപ്പ് പറഞ്ഞാളി ഇവർക്കുണ്ടായ വിഷമത്തിൽ. അതൊരു മാന്യത എന്ന നിലയ്ക്ക് ഞാൻ പരസ്യമായി മാപ്പ് പറഞ്ഞു. അബു ആസിഫ എന്ന ഈ കുബുദ്ധിയുടെ എന്താ പറയാ, ആ ഒരു ക്ലിപ്പിൽ നിന്നുണ്ടായ സമൂഹത്തിലുണ്ടായ വിസ്ഫോടനത്തിന്റെ പേരിൽ ഞാൻ സമൂഹത്തോട് പരസ്യമായി മാപ്പ് പറഞ്ഞു. ഞാനതിൽ ക്ഷമിക്കുകയാണ്. കാരണം എൻ്റെ ജാതകത്തിൽ ഒരു പക്ഷെ അത് എഴുതി ചേർത്തിട്ടുണ്ടാവും അള്ളാഹു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അബു ആസിഫ ഇനി എത്ര ക്ലിപ്പ് ഉണ്ടാക്കിയാലും ഇതിൽ നിന്ന് ഈ ക്ലിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മോചനം ഉണ്ടാവില്ല. പരസ്യമായി നിങ്ങൾ സമൂഹത്തോട് വീഡിയോ ക്ലിപ്പിലൂടെ മാപ്പ് പറയണം. ബഷീർ വേങ്ങര ഇതിൽ നിരപരാധിയാണെന്ന് പറയണം. എന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിലും ഇപ്പോൾ ഇന്ന് അവർ സൈബർ സെല്ലിൽ പോയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. മലപ്പുറത്ത് SP-യുടെ ഓഫീസിൽ അവരുണ്ട് എന്ന് ഞാൻ കേട്ടു. ഇപ്പോൾ നിയമപരമായി ഈ പോക്ക് പോയില്ലെങ്കിൽ ജനകീയ കോടതിയിൽ നിങ്ങൾ നെടുമ്പാശ്ശേരിയിലോ കരിപ്പൂരിലോ ഇറങ്ങേണ്ട അവസ്ഥ വന്നാൽ നിങ്ങളെ അവർ എന്താണ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കാരണം നാട്ടിലുണ്ടായ ഏറ്റവും വലിയൊരു ഫസാദിന് തിരികൊളുത്തിയ ക്ലിപ്പിന്റെ അധിപനാണ് നിങ്ങൾ, അതിന്റെ ഓദറാണ് നിങ്ങൾ, അതിന്റെ മുസന്നിഫാണ് നിങ്ങൾ, അതിന്റെ രചയിതാവാണ് നിങ്ങൾ. നിങ്ങളെ സമൂഹം വെറുതെ വിടുമെന്ന് കരുതണ്ട. കരിമ്പിലിയിൽ ബദർ മസ്ജിദിന്റെ മുറ്റത്തേക്ക് 2 തവണ അമിട്ട് എറിഞ്ഞ SKSSF പ്രവർത്തകൻ നുനൈസ് മൂന്നാമത്തത് എറിയാൻ വേണ്ടി പൊക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പൊട്ടി അവന്റെ കൈപ്പൊത്തി തകർന്നു. പുറകിലുണ്ടായിരുന്നവന്റെ മുഖത്ത് തട്ടി. രണ്ടാളും മെഡിക്കൽ കോളേജിലാണുള്ളത്. റബ്ബ് നൽകുന്ന ഓരോ പാഠങ്ങൾ, അള്ളാഹുവിന്റെ ഭവനം ആര് നിർമ്മിച്ചാലും അതിനെ സംരക്ഷിക്കേണ്ടത് സമുദായത്തിന്റെ ബാധ്യതയാണ് എന്നത് മറന്നതുകൊണ്ട് രാഷ്ട്രീയ ഭ്രാന്ത് തലക്ക് കയറിയ മൂരിസം ഓരോ രാജ്യത്ത് അഴിഞ്ഞാടുന്നതിന്റെ ഭാഗമായി പടച്ചോൻ കൊടുക്കുന്നതിന്റെ ഓരോ ഡോസുകളാണ്. എല്ലാത്തിനും പടച്ചോൻ നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം.